ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഉപവാസ പ്രാർത്ഥനകളിലും അതുപോലെയുള്ള ദൈവിക ശുശ്രൂഷകളിലും യേശുവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ തക്കതിനവണ്ണം സ്വയം സമർപ്പിക്കുന്നവർ അനേകരാണ്. യേശുവിൻ്റെ സന്നിധിയിലേക്ക് അനേകരെ കൊണ്ടുവരുവാൻ തക്കവണ്ണം ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന ഈ സഹോദരങ്ങൾക്ക് അതിൻ്റെ പിന്നിലുള്ള ത്യാഗവും അതിൻ്റെ പിന്നിൽ ആവശ്യമായിരിക്കുന്ന തീക്ഷ്ണതയും പലപ്പോഴും മനസ്സിലാക്കുവാൻ കഴിയാറില്ല. യേശുവിന് വേണ്ടി ഒരു വ്യക്തിയെ നേടുവാൻ കഴിയണമെങ്കിൽ യേശുവിൻ്റെ ശക്തിയും യേശുവിൻ്റെ അനുഗ്രഹങ്ങളും യേശുവിൻ്റെ സ്നേഹവും യേശുവിൻ്റെ കരുണയും യേശുവിൻ്റെ കരുതലും ആ വ്യക്തിക്ക് ബോധ്യമാകണം. അങ്ങനെ ബോധ്യമാകുമ്പോൾ പ്രസംഗങ്ങൾ കൂടാതെ പ്രവൃത്തികൾ കൊണ്ട് അനേകർക്ക് യേശുവിനെ കാണുവാനായിട്ട് കഴിയും. യേശുവിൻ്റെ ജീവിതകാലത്ത് അപ്രകാരം തങ്ങളുടെ സ്വന്തം പ്രവൃത്തി കൊണ്ട്, ത്യാഗം കൊണ്ട്, ഒത്തൊരുമിച്ചുള്ള ചിന്ത കൊണ്ട് യേശുവിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ ഒരുവന് നേടിക്കൊടുത്ത ഒരു സംഭവം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 11-12 വാക്യങ്ങളിൽ കാണുവാൻ കഴിയും. അതിപ്രകാരമാണ്: അവൻ പക്ഷവാത രോഗിയോട് കിടക്ക എഴുന്നേറ്റ് വീട്ടിലേക്ക് പോവുക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ എഴുന്നേറ്റു, കിടക്കയെടുത്ു, എല്ലാവരും കാണുക പുറപ്പെട്ടു. കർത്താവ് അനേക രോഗികളെ തൻ്റെ ഇഹലോക ജീവിതത്തിൽ സൗഖ്യമാക്കിയിട്ടുണ്ട്. എന്നാൽ പക്ഷവാത രോഗിയെ, അല്ലെങ്കിൽ പരസഹായം കൂടാതെ ജീവിക്കുവാൻ നിവൃത്തിയില്ലാത്തവരെ സൗഖ്യമാക്കുന്ന 1-2 സംഭവങ്ങൾ മാത്രമാണുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒരു അത്ഭുതമാണ് ഇവിടെ നാം വായിച്ചു കേട്ടത്. പക്ഷവാത രോഗമെന്ന് പറയുന്നത് ശരീരത്തെ മുഴുവൻ സ്തംഭിപ്പിച്ച് കളയുന്ന രോഗമാണ്. ആ രോഗത്തിൻ്റേതായിട്ടുള്ള അവസ്ഥയെക്കുറിച്ച് പലപ്പോഴും നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്നില്ല. ബലഹീനായ ഞാൻ കിരോസ എന്ന് പറയുന്ന ഒരു ശുശ്രൂഷ നയിക്കുന്നുണ്ട്, കിടപ്പ് രോഗി സഹായം. ഈ കിടപ്പ് രോഗി സഹായം എന്ന ശുശ്രൂഷയിൽ ഞങ്ങൾ ശ്രദ്ധിക്കുവാൻ ശ്രമിക്കുന്നത് ഇപ്രകാരം യാതൊരു നിവൃത്തിയുമില്ലാതെ പലവിധ കാരണങ്ങളാൽ, പക്ഷവാത രോഗമാകാം, അല്ലെങ്കിൽ വീഴ്ചയിൽ അപകടത്തിലൊക്കെയും ശരീരം നിശ്ചലമായി പോയിരിക്കുന്ന കിടക്ക രോഗികളെയാണ്. അങ്ങനെയുള്ളവരുടെ മാനസികമായ അവസ്ഥയിലേക്ക് കടന്നു ചെല്ലുവാനും അവരുടെ ദുരിതങ്ങളും വേദനകളും മനസ്സിലാക്കുവാനും അവർക്ക് വേണ്ടിയിട്ട് സ്ഥാപിക്കപ്പെട്ട ഒരു ശുശ്രൂഷയാണ് കിടപ്പ് രോഗി സഹായം. ഈ കിരോസ എന്ന് പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള വലിയ ഒരു തത്വം കർത്താവിൻ്റെ ശുശ്രൂഷയിൽ നിന്ന്, ആ ദർശനത്തിൽ നിന്ന് എനിക്ക് ലഭിച്ചതാണ്. കർത്താവ് ഇപ്രകാരം ആരോരും സഹായമില്ലാത്ത ഒരുവൻ്റെ അടുക്കിലേക്ക് ബെഥസ്ദാക്കുളക്കര കടന്നു ചെന്ന് അവനെ സൗഖ്യമാക്കുന്നുണ്ട്. പക്ഷവാത രോഗികൾക്ക് യേശുവിൻ്റെ അടുക്കൽ വരുവാൻ ഒരു നിവൃത്തിയുമില്ല. അവരെ യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരണം. അതാണ് പരമപ്രധാനമായ കാര്യം. അപ്പോൾ ഇപ്രകാരം നിശ്ചലമായി കിടക്കുന്ന രോഗികൾ, അതായത് ശരീരം സ്തംഭിച്ച് യാതൊരു രീതിയിലും അനങ്ങുവാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ കിടക്കുന്ന സഹോദരങ്ങളോട് ഒരുപാട് അനുകമ്പ നമുക്ക് കാണിക്കുവാനുണ്ട്. പലപ്പോഴും അവരുടേതായിട്ടുള്ള വേദനകൾ മറ്റുള്ളവർ അറിയുന്നില്ല, അറിയിക്കുവാൻ അവർക്ക് കഴിയുന്നുമില്ല. ഒരിക്കൽ ഇപ്രകാരം തളർന്നു കിടക്കുന്ന ഒരു രോഗി എന്നോട് പറയുകയുണ്ടായി, അല്പം വിഷം വാങ്ങിച്ച് കഴിക്കുവാൻ എനിക്ക് സാധ്യമല്ല, കാരണം നിശ്ചലനായിട്ട് ഇവിടെ കിടക്കുകയാണ്. അതിനൊരല്പം സ്വാതന്ത്ര്യമുണ്ടായിരുന്നെങ്കിൽ, ഒരു കഴിവുണ്ടായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ജീവിതം എന്നെ അവസാനിപ്പിക്കുമായിരുന്നു. കാരണം ഞാനൊരു ജീവച്ഛവമായിട്ട് ഇവിടെ കിടന്ന് എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഒരു ഭാരമായിട്ട് മുൻപോട്ട് പോകുവാൻ എനിക്ക് ഏറ്റവും അധികം പ്രയാസമുള്ള കാര്യമാണ്. ഓരോ ദിവസവും അതോർത്ത് ഞാൻ ഭാരപ്പെടുകയാണ്. ജീവിക്കാൻ മാർഗമില്ലാത്തതുകൊണ്ട്
ഭാര്യ ജോലിക്ക് പോകും, കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകും, പിന്നെ ഇദ്ദേഹത്തെ നോക്കുവാൻ ആരുമില്ല. തകർന്നിരിക്കുന്ന അവസ്ഥ. വെള്ളം ഇച്ചിരി കുടിക്കണമെങ്കിൽ എടുത്തു കൊടുക്കുവാൻ ആരുമില്ല. അയൽക്കാരെയൊക്കെയും പറഞ്ഞേൽപ്പിച്ചിട്ടാണ് ഭാര്യ ജോലിക്ക് പോകുന്നത്. കാരണം മരുന്ന് വാങ്ങണം, ശുശ്രൂഷിക്കണം, ഉപജീവനം, ഭവനമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള അതിദാരുണമായ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുവാൻ പലപ്പോഴും പലർക്കും കഴിയാറില്ല. കാരണം ഇവരുടെ സങ്കടങ്ങൾ പുറത്തു പറയാനുള്ള ഒരവസ്ഥ ഇവർക്കില്ല. സമൂഹത്തിന് ഇപ്രകാരമുള്ള കിടപ്പ് രോഗികളുടെ കാര്യം മനസ്സിലാക്കുവാനുള്ള സന്മനസ്സുമില്ല. വെയിൽ വന്നാൽ വെയിൽ കൊള്ളാതിരിക്കുവാൻ വിളിച്ച് പറയുവാൻ നിവർത്തിയില്ല. പലപ്പോഴും പക്ഷപാതം വന്ന രോഗികൾക്ക്, പക്ഷാഘാതം വന്ന രോഗികൾക്ക് സംസാരശക്തി നഷ്ടപ്പെട്ടവരായിരിക്കും. അപ്പോൾ ആ സംസാരശക്തി നഷ്ടപ്പെട്ടവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞറിയിക്കുവാൻ കഴിയുകയില്ല. ഇനി സംസാരിക്കുവാൻ കഴിയുകയാണ്. നെറ്റിക്കൂടെ ഒരു പഴുതാര ഇഴഞ്ഞു പോയാൽ പോലും അതിനെ തുടച്ചു മാറ്റുവാൻ കഴിയുകയില്ല. അവിടെ കിടക്കുകയെ നിവൃത്തിയുള്ളൂ. ശുശ്രൂഷിക്കുവാൻ ആളില്ല. സദാ ശുശ്രൂഷ വേണ്ട ഒരവസ്ഥയാണ് ഒരു പക്ഷപാത രോഗിക്കുള്ളത്. രോഗം വന്ന് അല്ലെങ്കിൽ ഇപ്രകാരം ഒരു നിശ്ചലമായ അവസ്ഥ വന്ന് ഒരു പക്ഷേ 1 മാസം 2 മാസമൊക്കെ എല്ലാവരും കാണും. അത് കഴിഞ്ഞ് ഇവരാ വീടിൻ്റെ ഒരു ഒഴിഞ്ഞ കോണിൽ ആരും ഇല്ലാതെ കിടക്കുന്ന അവസ്ഥയാണുള്ളത്. ഞാൻ പക്ഷാഘാതത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഇപ്രകാരം ശരീരസ്തംഭനത്തെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയുള്ള രോഗികളുടെ ജീവിതത്തിൽ നേരിട്ടിടപെട്ടുള്ള അനുഭവം കൊണ്ടാണ്. അവർക്ക് വേണ്ടിയിട്ടാണ് ഭവനങ്ങൾ നിർമ്മിച്ചു കൊടുക്കുവാൻ കിരോസ എന്ന പദ്ധതി ആവിഷ്കരിച്ച് 1ാമത്തെ ഭവനം പണിത് കൊടുത്ത് 2ാമത്തെ ഭവനത്തിൻ്റെ പണി നടക്കുകയാണ്. ഞാൻ എന്തിനിത് പറഞ്ഞെന്ന് ചോദിച്ചാൽ അത് കുറച്ചുകൂടി വിപുലപ്പെട്ട് ഇവരെ സന്ദർശിക്കുവാൻ തക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഡോക്ടേഴ്സ് ഉണ്ടാകണം, നേഴ്സസ് ഉണ്ടാകണം, സാമൂഹ്യ പ്രവർത്തകരുണ്ടാകണം. കാരണം ഇവരുടെ ആവശ്യം മനസ്സിലാക്കുവാനായിട്ട് അതിന് സന്മനസ്സുള്ള വ്യക്തികൾക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. കാരണം രോഗി ഇപ്രകാരം തന്നെ കിടക്കുമ്പോൾ ബെഡ് സോഴ്സ് ഉണ്ടാകും, മുരണങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവരെ എടുത്തു മാറ്റി അവരെ ക്ലീൻ ചെയ്യുകയും അവർക്ക് വേണ്ട തുണിയെല്ലാം കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. ഇതൊരു ബൃഹത്തായ ശുശ്രൂഷയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥയിലുള്ള ഒരു രോഗിയാണ് കർത്താവിൻ്റെ അടുക്കൽ എത്തിച്ചിരിക്കുന്നത്. കർത്താവിൻ്റെ കാലഘട്ടത്തിൽ വാഹനങ്ങളില്ല, ആധുനിക സംവിധാനങ്ങളില്ല, ആംബുലൻസ് ഇല്ല, മറ്റൊന്നുമില്ല. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലാണ് കർത്താവിൻ്റെ മുൻപിൽ ഈ പക്ഷപാത രോഗിയെ കൊണ്ടുവരുന്നത്. So I was talking about the difficulties faced by a paralytic. And here in Mark chapter 2 verse 11 and 2, Jesus heals a paralytic and tells him to rise up, take your bed and walk. And he went away. So this miracle was possible because he was brought to Jesus. There may have been so many paralytics in and around Jerusalem, but one paralytic was healed. And that was because he was brought to Jesus. Many a time, there are many who dedicate themselves for the service of the Lord, who want to work for the Lord, and who pray that God uses them. But many cannot make the sacrifice that is required to bring such people before Jesus. Bringing such a person before Jesus is a very difficult situation. And also you must know the situation of a paralytic. Physically he is completely finished. He cannot move. Completely paralyzed. Mentally he is facing a bigger agony because he is a burden to the family. See, I have a ministry by name of Kirosa, which means works for the bedridden people this way. It's not only for paralytics, people who are paralyzed due to falls, not only sickness, due to falls, accidents and such situations. And when I speak to them, what I understood was, they are in severe mental agony because they seem to be a burden to the family itself, especially in poor families. You see,
we used to give them some presentations for ornament, Christmas and things like that. But what is that? Just giving 2,000 rupees annually to some family is nothing. And we don't have resources to do more. And once when I visited somebody, he was telling me he could speak because he had a fall and his body was paralyzed. He could speak. But most of the paralytics, they cannot speak. So this man was telling me, sir, I do not have any means to just walk, rise up and walk. If I had that little facility, I would have bought some poison and have killed myself because I do not want to be a burden on this world, on this family. I cannot bear to see my family struggling this way. So we thought these sort of donations may not help. So we started a project, Kirosa, which helps people, who are paralytics. And we want to go and visit them because what they need is most love. And we decided to build houses for such people because in their sufferings, many a time they don't have a house. So we started this building project for these people who are bedridden. So we built the first house under Kirosa. I just went there to present the keys to this man. His name is Raju. He is in Vidira, a town called Vidira. And what he told me was, after 16 years, only yesterday I slept well. For the last 16 years, I could not sleep. Every day I will wake up and I will be wondering. Daytime I will be just I am in agony. Think what will happen to my daughters and my family if I am gone. He was just living in an extension, a small extension-like thing in one of the relatives' houses. But today he has a house. He said, yesterday I slept well because I have a dwelling of my own. This was a new encouragement to us. So now we are building a second house for another paralytic who had an accident and he was paralyzed. So very often what I understand is that our society pays very little attention to the fate of these poor people. And here we find Jesus healing one such paralytic. ഇങ്ങനെയുള്ള ഒരു നിശ്ചലനായ രോഗിയെ, പക്ഷവാതം പിടിപെട്ട നിശ്ചലനായ രോഗിയെ കർത്താവ് സൗഖ്യപ്പെടുത്തുകയാണ്. ആ സൗഖ്യത്തിൻ്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാനുണ്ട്. ഒന്നാമതായി, ഈ പക്ഷവാത രോഗി എന്തെങ്കിലും സംസാരിച്ചതായിട്ട് 3 സുവിശേഷങ്ങളിലും രേഖപ്പെടുത്തിയിട്ടില്ല. 3 സുവിശേഷങ്ങൾ ഒരുപോലെ പ്രതിപാദിക്കുന്ന ഒരത്ഭുതമാണ് പക്ഷവാത രോഗിയെ യേശു സൗഖ്യമാക്കിയ സംഭവം. എന്നാൽ ഈ പക്ഷവാത രോഗി എന്തെങ്കിലും സംസാരിക്കുന്നതായിട്ട് ഒരിടത്തും രേഖപ്പെടുത്തിയിട്ടില്ല. യേശു പട്ടണത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പക്ഷവാത രോഗിയുടെ ഭവനത്തിലുള്ള എല്ലാവരും യേശുവിൻ്റെ അടുക്കൽ പോയിട്ടുണ്ടെന്നുള്ളതിന് സംശയമില്ല. കാരണം പക്ഷവാത രോഗിയുടെ വീട്ടുകാരും ഈ കാര്യത്തിൽ എന്തെങ്കിലും സംസാരിക്കുന്നതായിട്ടോ അവരുടെ സാന്നിധ്യമോ അവിടെ ഇല്ല. അപ്പോൾ ഏകനായി എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിൽ കിടക്കുന്ന ഒരു പക്ഷവാത രോഗിയാണ് ഈ മനുഷ്യൻ. അദ്ദേഹത്തെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുപോയാൽ യേശുവിന് ഈ മനുഷ്യനെ സൗഖ്യമാക്കുവാൻ കഴിയുമെന്ന് ഉറച്ച് വിശ്വസിച്ച 4 പേരാണ് ഇദ്ദേഹത്തിൻ്റെ അടുക്കൽ വരുന്നത്. ഈ 4 പേർക്കും ഒരേ വിശ്വാസം, യേശുവിന് ഇവരെ സൗഖ്യമാക്കുവാൻ കഴിയും. പക്ഷേ യേശുവിന് സൗഖ്യമാക്കുവാൻ കഴിയണമെങ്കിൽ യേശുവിൻ്റെ അടുക്കലേക്ക് ഒരാളിനെ പറഞ്ഞയച്ചിട്ട് കാര്യമില്ല, വിവരം പറഞ്ഞിട്ട് കാര്യമില്ല. യേശുവിൻ്റെ അടുക്കലേക്ക് ഇവനെ കൊണ്ടുപോകണം. യേശുവിൻ്റെ അടുക്കലേക്ക് ഇവനെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ അക്കാലത്ത് ആംബുലൻസ് ഇല്ല, കാറില്ല, മറ്റ് യാതൊരു സംവിധാനവുമില്ല. ഇവനെ കൊണ്ടെത്തിക്കുന്നത് ഒരു വലിയ പരിശ്രമമാണ്. ഒരേ മാർഗമേ ഉള്ളൂ, ഇവനെ ചുമന്നുകൊണ്ട് പോകണം. 4 പേർ ഒരുപോലെ ചിന്തിച്ചു, നമുക്കിവനെ ചുമന്നുകൊണ്ട് യേശുവിൻ്റെ അടുക്കിലേക്ക് പോകാം. എങ്ങനെ ചുമക്കും? ഒരു കട്ടിലിൽ കിടത്തി 4 പേര് 4 അറ്റത്ത് പിടിച്ചുകൊണ്ട് ചുമന്നുകൊണ്ട് കൊണ്ടുപോകണം. അവർ തീരുമാനിച്ചു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം,
ഈ 4 പേര് ഈ കട്ടിൽ പിടിക്കുമ്പോൾ ഒരുപോലെ പിടിക്കണം. അത് അതിനേക്കാട്ടിൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു പക്ഷേ 4 പേരും ഒരേ ഉയരം ഇല്ലാത്തവരാണെങ്കിൽ ഒരുത്തൻ പൊക്കി പിടിക്കണം, ഒരുത്തൻ താത്തി പിടിക്കണം. ഒരേ ലെവലിൽ ഈ മനുഷ്യനെ ചുമക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല ഇവൻ്റെ അനുവാദം കൂടി വേണം. അപ്പോൾ അവർ ഒരുപക്ഷെ ഇവനോട് പറഞ്ഞിരിക്കും. കാരണം ഇവന് സംസാരിക്കാൻ കഴിവില്ലല്ലോ. സംസാരിക്കാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ അവൻ്റെ സംഭാഷണം സുവിശേഷങ്ങൾ രേഖപ്പെടുത്തുമായിരുന്നു. അങ്ങനെ 4 പേരുടെ അചഞ്ചലമായ വിശ്വാസം കൊണ്ട് എന്ത് കാരണവശാലും നമുക്ക് ഇവനെ യേശുവിൻ്റെ അടുക്കൽ എത്തിക്കണം. യേശുവിനെ സൗഖ്യമാക്കണം. അവൻ്റെ വീട്ടുകാർ ഉപേക്ഷിച്ചു, ബാക്കി സ്നേഹിതരില്ല. ഈ 4 പേര് അവൻ്റെ സ്നേഹിതരായിരിക്കാം. അവനെ ചുമന്നുകൊണ്ട് യേശു ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. 4 പേര് ഒരു കിടക്കയെടുത്തുകൊണ്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നാട്ടുകാരുടെ ചോദ്യമുണ്ടാകും. നിങ്ങളിവനെ എവിടെ കൊണ്ടുപോവുകയാണ്? എന്തിനാണ് കൊണ്ടുപോകുന്നത്? യഹൂദന്മാരുടെ പ്രമാണികളെല്ലാം യേശുവിനെതിരാണ്. ഇവനെ യേശു സൗഖ്യമാക്കും, നിങ്ങൾക്ക് എന്തുവാ വിശ്വാസം? നിങ്ങൾക്ക് എങ്ങനെ ഉറപ്പുണ്ട്? സൗഖ്യമായില്ലെങ്കിൽ ഈ കൊണ്ടുപോകുന്നതൊക്കെ വ്യർത്ഥമാകില്ലേ? തുടങ്ങിയ അനേകമായ ചോദ്യശരങ്ങൾ ഇവർ പോകുന്ന യാത്രയിൽ തന്നെ ഇവർക്കെതിരായിട്ടുണ്ടായിട്ടുണ്ടാകും. പക്ഷെ അവരതൊന്നും കൂട്ടാക്കിയില്ല. അവർ ഒരു മനസ്സോടെ പോവുകയാണ്. അവരുടെ സമയം ഇതിനു വേണ്ടി വിനിയോഗിക്കുകയാണ്. ഒരുവനെ ചുമന്നുകൊണ്ട് യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുപോയി അവിടെ എന്തെല്ലാമോ നടക്കാൻ പോകുന്നതെന്നോ എത്ര സമയം എടുക്കുമെന്നോ ഒന്നും അറിഞ്ഞുകൂടാ. പക്ഷേ അവരുടെ സമയം ഇവനെ യേശുവിൻ്റെ അടുത്തേക്ക് എത്തിക്കുവാൻ തക്കവണ്ണം വിനിയോഗിക്കാൻ അവർ തയ്യാറായി. ഇന്ന് അനേകർ യേശുവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്, പ്രവർത്തിക്കുവാൻ സമർപ്പിക്കുന്നുണ്ട്. പക്ഷേ തങ്ങളുടെ സമയം യേശുവിന് വേണ്ടി കൊടുക്കുവാൻ അവർക്ക് കഴിയുന്നില്ല. അതാണ് ദുഃഖകരമായ അവസ്ഥ. സമയലാഭത്തിന് വേണ്ടി യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരാൻ ഒരു ടെലിഫോണെ ആശ്രയിക്കുകയാണ്, മൊബൈൽ ഫോണുകളെ ആശ്രയിക്കുകയാണ്. സമയം ലാഭമുണ്ടല്ലോ? ഇല്ല. യേശുവിന് വേണ്ടി നിനക്ക് പ്രവർത്തിക്കുവാൻ കഴിയണമെങ്കിൽ, യേശുവിൻ്റെ അടുക്കിലേക്ക് ഒരുവനെ കൊണ്ടുവരാൻ കഴിയണം, നിൻ്റെ സമയം യേശുവിനോട് നൽകുവാൻ നിനക്ക് സന്മനസ്സുണ്ടാകണം. ഒന്ന്. രണ്ടാമത്, നിൻ്റെ വരുമാനത്തിൻ്റെ ഒരംശം അതിനു വേണ്ടി ത്യജിക്കുവാൻ നിനക്ക് കഴിയണം. ഇവർ പണമൊന്നും ഈ മനുഷ്യന് കൊടുക്കുന്നില്ല. പക്ഷേ അത്രയും സമയം അവർ ജോലി ചെയ്യുകയാണെങ്കിൽ അവർക്ക് ലഭിക്കാവുന്ന വേതനം ഉപേക്ഷിച്ചുകൊണ്ടാണ് അവർ ആ സമയം ചെലവഴിക്കുന്നത്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുപോയിട്ട് വരണമെങ്കിൽ കുറഞ്ഞ ഒരു 5-8 മണിക്കൂറെങ്കിലും ദിവസം. അപ്പോൾ അത് അതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ അവർക്ക് ആ സമയത്ത് ലഭിക്കാവുന്ന വേതനം ഉപേക്ഷിച്ചുകൊണ്ടാണ് ഈ മനുഷ്യനെ ചുമക്കുവാൻ പോകുന്നത്. അപ്പോൾ സമ്പത്ത് ഉപേക്ഷിക്കുവാൻ എന്ന് ഞാൻ പറയുമ്പോൾ അതിനെ വെടിയുവാൻ, അതിനെ ഒരു ഉപാധിയാക്കുവാൻ ഇടയാകാതെ മുന്നോട്ടിറങ്ങുവാൻ കഴിയണം. മൂന്നാമതായിട്ട് ശാരീരികമായ ബലം ചെലവഴിക്കുവാൻ അവർ കഴിയണം. എന്ന് പറഞ്ഞാൽ ചുമക്കുക എന്ന് പറഞ്ഞാൽ സാധാരണക്കാരന് കഴിയുന്ന കാര്യമല്ല. അവർക്കൊക്കെ ശാരീരികമായ അവസ്ഥകളുണ്ടാകും, വേദന ഉണ്ടാകും. പക്ഷേ അതിനെയൊക്കെയും അതിജീവിച്ച് ശാരീരികമായ ക്ലേശം സഹിച്ചുകൊണ്ടാണ് ഇവരെ ചുമക്കുന്നത്. യേശുവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയണമെങ്കിൽ ശാരീരികമായ ക്ലേശങ്ങൾ അനുഭവിക്കുവാൻ സന്മനസ്സുണ്ടാകണം. പിറുപിറുത്തോണ്ടല്ല, സന്തോഷത്തോടെ. അപ്പോൾ അപ്രകാരമുള്ള ആ സമർപ്പണത്തോടെ ശരീരത്തിൻ്റെ ക്ലേശങ്ങൾ വകവെക്കാതെ ഇവർ ചുമന്നുകൊണ്ട് നടക്കുകയാണ്. അവർക്കെല്ലാം ഒരേ ലക്ഷ്യം യേശു, ഒരേ ആഗ്രഹം യേശുവിൻ്റെ സൗഖ്യം, ഒരേ വിശ്വാസം ഈ മനുഷ്യൻ സൗഖ്യമാകും. അവർ പോയി. മാത്രമല്ല അവരുടെ ഉള്ളിലൊക്കെ പ്രാർത്ഥനകളാണ്, യേശു എങ്ങനെയെങ്കിലും ഈ മനുഷ്യനെ സൗഖ്യമാക്കണം. പക്ഷേ അവർ പോവുകയാണ്. ഇംഗ്ലീഷ് ഒരു പഴഞ്ചൊല്ലുണ്ട്, സ്മാഷ് ഓർ ക്രാഷ്. സ്മാഷ് എന്ന് പറഞ്ഞാൽ അടിച്ച് തെറിപ്പിക്കുക, അല്ലെങ്കിൽ ആ തെറിക്കുന്നില്ലെങ്കിൽ പന്തുകളിയൊക്കെ വരുമ്പോൾ സ്മാഷ്, അല്ലെങ്കിൽ ക്രാഷ് ചെയ്യുക. ആ പരിശ്രമത്തിൽ തന്നെ തകരുക. അവർ ആ ഒരു ഉദ്യോഗത്തോട് പോവുകയാണ്. മാത്രമല്ല they were men of action than words. ഇന്ന് വലിയ വലിയ പ്രസംഗങ്ങൾ നടത്തുവാൻ എല്ലാവർക്കും യേശുവിനെ കുറിച്ച് താല്പര്യമുണ്ട്, പ്രവർത്തിക്കുവാൻ താല്പര്യമില്ല. So this is a time when we have to show our works than words to manifest Jesus Christ. So these people, they were of one accord. They were prepared to sacrifice their time. They were
prepared to sacrifice their wages. They were prepared to sacrifice their strength, all to get this man to Jesus. They had only one goal, to take this man to Jesus. But it was a very great ordeal. And we don't see that anything is spoken by this man. They carried him. The four of them carried him. And they had a very strong faith. They knew for sure that if this man is taken before Jesus, he will be healed. They went. അങ്ങനെ അവർ യേശു ഇരിക്കുന്ന ഭവനത്തിൻ്റെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ യേശുവിൻ്റെ അടുത്തെത്തുവാൻ ഒരു മാർഗവുമില്ല. അവിടെ മുഴുവൻ വലിയ തിരക്കാണ്, ആൾക്കൂട്ടമാണ്. ആൾക്കൂട്ടത്തിലൂടെ ഒരുവൻ എങ്ങനെയെങ്കിലും ഇടിച്ചൊക്കെ കയറുവാൻ സാധിച്ചേക്കാം, അത്യാവശ്യമാണെന്ന് പറയുന്നത്. പക്ഷേ ഒരു കട്ടിലുമായിട്ട് പോകുവാനുള്ള ഒരു സാധ്യത ഒരിക്കലുമില്ല. കാരണം ഒരു കട്ടിൽ പോകണമെങ്കിൽ എത്രയോ ആളുകളെ പിടിച്ചു മാറ്റണം യേശുവിൻ്റെ അടുത്തേക്ക് എത്തിക്കുവാൻ. ഈ വലിയ ജനസമൂഹത്തെ മുഴുവൻ പിരിച്ചു കഴിഞ്ഞിട്ട് ഒരു കട്ടിൽ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ അസാധ്യമായ കാര്യമാണ്. ഇവർ ചുമന്നുകൊണ്ട് യേശു ഇരിക്കുന്ന വീട്ടിൻ്റെ വാതിക്കൽ വന്നു. യാതൊരു നിവൃത്തിയുമില്ല. അവർ ആ വീട്ടിലെ മുകളിൽ കയറി. യേശു ഇരിക്കുന്ന സ്ഥാനത്തുള്ള ആ മേൽക്കൂര അവർ പൊളിച്ചു. നമ്മൾ ഈ മേൽക്കൂര പൊളിച്ചു എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് പോലെ സിമെൻ്റ് ഇടിച്ചിളക്കുകയോ വാർപ്പ് തല്ലിപ്പൊട്ടിക്കുകയൊന്നുമല്ല. അന്നത്തെ കാലത്തെ പഴശ്ശിയിലെ വീടുകളെന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ സ്ലാബ് വെച്ചിട്ടുള്ള മേൽക്കൂരയാണുള്ളത്, ഫ്ലാറ്റായിട്ട്. ഓരോരോ ചെറിയ ചെറിയ കച്ചിയും കഴിയുമൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന സ്ലാബ്സാണ്. അത് ഇളക്കാനായിട്ട് ബുദ്ധിമുട്ടില്ല. അത് പിടിച്ച് പൊളിക്കുക. പക്ഷേ ഇത്തിരി ഭവനത്തിൻ്റെ കാര്യമാണ്, മേൽക്കൂരയാണ്. അവർ ആ മേൽക്കൂര പൊളിച്ചു. അതിൻ്റെ പരിശ്രമം നിങ്ങൾ ഓർക്കണം. അവനെ മേൽക്കൂരയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഇവർ 4 പേർ ഒരുപോലെ കയറിട്ട് മേപ്പോട്ട് പൊക്കി അവനെ കൊണ്ടുവരണം. എളുപ്പമുള്ള കാര്യമല്ല, വളരെ അപകടം പിടിച്ചൊരു കാര്യമാണ്. ഒരുവനെ ഒരു കട്ടിലോടെ 1ാം നിലയിലേക്ക് എത്തിക്കണമെങ്കിൽ, താഴെ നിന്ന് എത്തിക്കണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ അവരത് ചെയ്തു. എന്നിട്ട് അവരുണ്ടാക്കിയ ആ വലിയ ദ്വാരത്തിലൂടെ, മേൽക്കൂര പൊളിച്ച ദ്വാരത്തിലൂടെ അവർ ആ 4 പേരും ഒരുപോലെ ആ കട്ടിൽ താഴേക്ക് ഇറക്കുകയാണ്. അവിടെ ഒരുപാട് റിസ്ക് ഉണ്ട്. കാരണം ആർക്കെങ്കിലും ഒരു പിഴവ് പറ്റിയാൽ അത് ഈ രോഗിയുടേതായിട്ടുള്ള തകർച്ചയ്ക്ക് കാരണമാകും. ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുകയാണെങ്കിൽ, കാരണം ഒരുവൻ കൈ അല്പം അയച്ചു കഴിഞ്ഞാൽ, ഒരുവൻ്റെ കയ്യിൽ നിന്ന് കയറി പോയി കഴിഞ്ഞാൽ പിടിക്കുന്ന വ്യക്തിയല്ല വീഴുന്നത്, പിന്നെയോ ഈ രോഗിയാണ് വീഴുന്നത്. അതൊരു പക്ഷേ അവൻ്റെ ജീവനെ തന്നെ അപകടപ്പെടുത്താം. അതുകൊണ്ട് ഒരുപാട് അപകട സാധ്യതയുള്ള ഒരു കാര്യത്തിലേക്കാണ് അവർ പ്രവർത്തിക്കുവാൻ ഇറങ്ങിയത്. ഈ രോഗിയെ മുകളിലെത്തിക്കണം, ഒന്നാമത്തെ കാര്യം. എത്തിച്ചു കഴിഞ്ഞതിന് ശേഷം യേശു ഇരിക്കുന്നിടത്ത് അവരുണ്ടാക്കിയ ദ്വാരത്തിലൂടെ താഴേക്ക് ഇറക്കണം. There was a lot of risk involved in what they did. Because there's such a massive crowd, there was no way to get this patient in. They could not take the cot inside. So they decided to break open the roof. And that is easy. But to get this paralytic on the top of the roof, and then again to lower it down to the place where Jesus was, is indeed a difficult thing. അങ്ങനെ ഉള്ളൊരവസ്ഥ. They were prepared to take the risk. You see, if any one of them made a small mistake, that would affect this paralytic. But they were determined to bring this man before Jesus. Come what may, they were prepared to take risk. They didn't care what the house owner is going to tell them. വീട്ടുടമസ്ഥന് എന്ത് പ്രതികരണമാണ് ഉണ്ടാക്കുന്നതെന്ന് അവർ വിഷയമാക്കിയില്ല. ആരുടെ എതിർപ്പിനെ അവർ വകവച്ചില്ല. അവർക്ക് ഒരേ ലക്ഷ്യമാണ്, യേശുവിൻ്റെ അടുത്തേക്ക് ഈ പക്ഷവാത രോഗിയെ എത്തിക്കണം. ഇന്ന് അനേകർ യേശുവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ഇറങ്ങുമ്പോൾ, യേശുവിൻ്റെ അടുത്തേക്ക് അനേകരെ കൊണ്ടുവരാൻ ആരംഭിക്കുമ്പോൾ
ഒരുപാട് സ്വരങ്ങൾ അവരെ ഭയപ്പെടുത്താറുണ്ട്. ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് ഭയപ്പെട്ടുകൊണ്ട് അവർ തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറാറുണ്ട്. എന്നാൽ ഈ 4 പേർ അങ്ങനെയുള്ളവരല്ലായിരുന്നു. എന്ത് പ്രശ്നം വന്നിരുന്നാലും എന്ത് പ്രതിബന്ധമായിരുന്നാലും ഈ മനുഷ്യനെ ഞങ്ങൾ യേശുവിൻ്റെ അടുത്ത് എത്തിക്കുമെന്നുള്ള നിശ്ചയദാർഢ്യം അവർക്കുണ്ടായിരുന്നു. അവർ യേശുവിൻ്റെ അടുക്കിലേക്ക് മനുഷ്യനെ ഇറക്കുമ്പോൾ യേശു മുകളിലേക്ക് നോക്കി 8 കണ്ണുകൾ അത് അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യേശു ആ പക്ഷപാതരോഗിയോട് പറയുന്നതാണ് നാം വായിച്ചു കേട്ടത്. നിൻ്റെ കിടക്ക എടുത്തുകൊണ്ട് നടക്കുക. എൻ്റെയും നിങ്ങളുടെയും ആത്മീയ യാത്രയിൽ ഇതുപോലെ ജീവിതം സ്തംഭിച്ച അവസ്ഥയിൽ, ശരീരം മാത്രമല്ല മനസ്സ് സ്തംഭിച്ച അവസ്ഥയിൽ, മുൻപോട്ട് പോകാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയിലായിരിക്കുന്ന അനേകരെ ഈ 4 പേരെ പോലെ കഷ്ടങ്ങളും നഷ്ടങ്ങളും സമയം നഷ്ടപ്പെടുത്തിക്കൊണ്ട് നിശ്ചയദാർഢ്യത്തോടെ യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരുവാൻ തക്കതിനോണം ഈ വചനം സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹിയായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥപിതാവാം ദൈവമേ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഇതുപോലെ കർത്താവ് ജീവിതയാത്രയിൽ സ്തംഭിച്ചിരിക്കുന്നവരെ, മുൻപോട്ട് പോകാൻ നിവൃത്തിയില്ലാത്തവരെ, നിശ്ചലരായിരിക്കുന്നവരെ കൊണ്ടുവരുവാൻ തക്കവണ്ണം ആ 4 പേരെ പോലെ ത്യാഗവും സന്നദ്ധതയും സമയവും സന്മനസ്സും തന്ന് കർത്താവെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ നാമം മഹത്വപ്പെടുവാൻ അനേകരെ അങ്ങയിലേക്ക് ആകർഷിക്കുവാൻ തക്കവണ്ണം കർത്താവ് വചനം കേൾക്കുന്ന ഓരോരുത്തരെയും സഹായിക്കണമെന്ന് യേശുനാഥൻ അപേക്ഷിക്കുന്ന കൃപയുടെ കേൾക്കുമാറാകണമേ. ആമീൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.